നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് മുതൽ 2026 ഫെബ്രുവരിയിലെ കറണ്ട് അഫയേഴ്സാണ് പഠിച്ചു തുടങ്ങാൻ പോകുന്നത്. ഇന്നിപ്പോൾ മാർച്ച് 7-ാം തീയതിയാണ്. ഇപ്പോൾ മെയിലാണെങ്കിൽ ഡിഗ്രി ലെവലിൻ്റെ പ്രിലിമിനറി എക്സാം വരുന്നുണ്ട്. അപ്പോൾ മാർച്ച് ഏപ്രിൽ, അപ്പോൾ നമുക്ക് ആ ഒരു മാസം 2 മാസം കൊണ്ട് കുറച്ചെങ്കിലും കറണ്ട് അഫയേഴ്സ് പെട്ടെന്ന് പഠിച്ചു തീർക്കണം. പിന്നെ ജൂലൈയിലാണ് കമ്പനി ബോർഡ് LGSൻ്റെ പ്രിലിമിനറി എക്സാം വരുന്നത്. അപ്പോൾ ആ സമയം കൂടെ നമുക്ക് എന്തായാലും ഓൾമോസ്റ്റ് ഒന്ന് കവർ ചെയ്ത് റിവേഴ്സ് ചെയ്യാനുള്ള സമയമൊക്കെ എന്തായാലും കിട്ടും. അപ്പോൾ നിങ്ങൾ പേടിക്കുകയൊന്നും വേണ്ട. പിന്നെ മെയിൽ ആ പ്രിലിമിനറി എക്സാം വരുമ്പോൾ മാത്രമേ നമ്മളൊന്ന് കുറച്ച് ടൈറ്റായി പോകത്തുള്ളൂ. എന്നിരുന്നാലും നമ്മൾ ഇന്ന് തുടങ്ങുവാണ്. ഫെബ്രുവരി 2025 കറണ്ട് അഫയേഴ്സ്. എല്ലാവരും റെഡി അല്ലേ? നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ തുടർച്ചയായി 9 തവണ കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ച് റെക്കോർഡിട്ട ധനമന്ത്രി ആരാണ്? സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ തുടർച്ചയായി 9 തവണ കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ച് റെക്കോർഡിട്ട ധനമന്ത്രി ആരാണ്? ചോദ്യം എന്താണ്? സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ തുടർച്ചയായിട്ട് 9 തവണ, എത്ര തവണയാണ്? തുടർച്ചയായിട്ട് 9 തവണ കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ച് റെക്കോർഡിട്ട ധനമന്ത്രി ആരാണ്? അത് നിർമ്മല സീതാരാമനാണ്. ആരാണ്? നിർമ്മല സീതാരാമൻ. അടുത്തത്, അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ചോദ്യം, ലോക ബാങ്കിൻ്റെ സഹായത്തോടു കൂടി കൃഷി വകുപ്പ് നടപ്പിലാക്കുന്ന പ്രൊജക്റ്റ്. ലോക ബാങ്കിൻ്റെ സഹായത്തോടുകൂടി കൃഷി വകുപ്പ് നടപ്പിലാക്കുന്ന പ്രൊജക്റ്റ് ഏതാണ്? കേര. പ്രൊജക്റ്റിൻ്റെ പേരെന്താണ്? കേര. അതെന്തിനാണ്? ദ കേരള ക്ലൈമറ്റ് റെസിലിയൻറ്റ് അഗ്രി വാല്യൂ ചെയിൻ മോഡേണൈസേഷൻ പ്രൊജക്റ്റ്. കേരള ക്ലൈമറ്റ് റെസിലിയൻറ്റ് അഗ്രി വാല്യൂ ചെയിൻ മോഡേണൈസേഷൻ പ്രൊജക്റ്റാണ് കേര എന്ന് പറയുന്നത്. എന്തിൻ്റെ സഹായത്തോടുകൂടിയാണ്? ലോക ബാങ്കിൻ്റെ സഹായത്തോടുകൂടി നമ്മുടെ കൃഷി വകുപ്പ് നടപ്പിലാക്കുന്ന പ്രൊജക്റ്റാണ് കേര. അടുത്ത ചോദ്യം, മൂന്നാമത്തെ ചോദ്യമാണ്. കുരങ്ങുകളുടെ സാന്നിധ്യം മൂലം ജനങ്ങൾക്കുണ്ടാകുന്ന ശല്യത്തിന് ശാസ്ത്രീയ പരിഹാരം കാണുന്നതിനായി സംസ്ഥാന തലത്തിൽ വനം വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണിത്. ആ പദ്ധതിയുടെ പേരെന്താണ്? കുരങ്ങുകളുടെ സാന്നിധ്യം മൂലം ജനങ്ങൾക്കുണ്ടാകുന്ന ശല്യത്തിന് ശാസ്ത്രീയമായ പരിഹാരം കാണുന്നതിന് സംസ്ഥാന തലത്തിൽ വനം വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ്? ആ പദ്ധതിയുടെ പേരാണ് മിഷൻ ബോണറ്റ് മക്കാക്ക്. പദ്ധതിയുടെ പേരെന്താണ്? മിഷൻ ബോണറ്റ് മക്കാക്ക്. അതെന്തിനു വേണ്ടിയിട്ടാണ്? കുരങ്ങുകളുടെ സാന്നിധ്യം മൂലം ജനങ്ങൾക്കുണ്ടാകുന്ന ശല്യത്തിന് ശാസ്ത്രീയമായ പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ട് സംസ്ഥാന തലത്തിൽ വനം വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് മിഷൻ ബോണറ്റ് മക്കാക്ക്. അടുത്ത ചോദ്യം നോക്കാം. കുട്ടികളുടെ മാനസികാരോഗ്യം കണക്കിലെടുത്ത് 16 വയസ്സിൽ താഴെയുള്ളവർക്ക് സോഷ്യൽ മീഡിയ വിലക്കാൻ തീരുമാനിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കുട്ടികളുടെ മാനസികാരോഗ്യം കണക്കിലെടുത്ത് 16 വയസ്സിൽ താഴെയുള്ളവർക്ക് സോഷ്യൽ മീഡിയ വിലക്കാൻ തീരുമാനിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? അത് ഗോവയാണ്. അപ്പം നമ്മൾ ഇതുപോലെ ഒരു ഇങ്ങനെ 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ വിലക്കാൻ തീരുമാനിച്ച ഒരു രാജ്യത്തെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ രാജ്യം ഏതായിരുന്നു? ഓസ്ട്രേലിയയാണ്. അപ്പോൾ ഓസ്ട്രേലിയയെ പിന്തുടർന്നുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യയിലെ ഗോവ എന്ന് പറയുന്ന സംസ്ഥാനത്ത് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ഇപ്പോൾ ഗോവയെ പിന്തുടർന്നുകൊണ്ട് 2026 മാർച്ചിൽ കർണാടകത്തിൽ കൂടി ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഇതുവരെ പ്രാബല്യത്തിലൊന്നും വന്നിട്ടില്ല. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം, ലോക തണ്ണീർത്തട ദിനം എന്നാണ്? ലോക തണ്ണീർത്തട ദിനം എന്നാണ്? ഫെബ്രുവരി 2 എന്നാണ്. ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനം. അപ്പോൾ 2026 പ്രമേയം എന്താണെന്ന് നോക്കാം. തണ്ണീർത്തടങ്ങളും പരമ്പരാഗത അറിവും സാംസ്കാരിക പൈതൃകം ആഘോഷിക്കൽ. വെറ്റ്ലാൻഡ്സ് ആൻഡ് ട്രഡീഷണൽ നോളജ് സെലിബ്രേറ്റിംഗ് കൾച്ചറൽ ഹെറിറ്റേജ്. എന്താണ് 2026 പ്രമേയം? തണ്ണീർത്തടങ്ങളും പരമ്പരാഗത അറിവും സാംസ്കാരിക പൈതൃകം ആഘോഷിക്കൽ. എന്താണ്? വെറ്റ്ലാൻഡ്സ് ആൻഡ് ട്രഡീഷണൽ നോളജ് സെലിബ്രേറ്റിംഗ് കൾച്ചറൽ ഹെറിറ്റേജ്. ഇതാണ് 2026 പ്രമേയം. അടുത്ത ചോദ്യം, ആറാമത്തെ ചോദ്യമാണ്. യാത്രക്കാർക്കായി ഹൈഡ്രജൻ ബസ്സുകൾ നിരത്തിലിറക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളം. യാത്രക്കാർക്ക് വേണ്ടിയിട്ട് ഹൈഡ്രജൻ ബസ്സുകൾ നിരത്തിലിറക്കുന്ന ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വിമാനത്താവളം ഏതാണ്? കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. യാത്രക്കാർക്ക് വേണ്ടിയിട്ട് ഹൈഡ്രജൻ ബസ്സുകൾ നിരത്തിലിറക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളം ഏതാണ്? നമ്മുടെ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് ഇങ്ങനെ ഒരു സംവിധാനം ആദ്യമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കിക്കോ. കുട്ടികളുടെ ആരോഗ്യ വിവരങ്ങളും ചികിത്സാ പദ്ധതികളും അറിയാനായിട്ട് ആരോഗ്യവകുപ്പ് സജ്ജമാക്കിയ ടോൾ ഫ്രീ നമ്പർ എന്താണ്? കുട്ടികളുടെ ആരോഗ്യ വിവരങ്ങളും ചികിത്സാ പദ്ധതികളും അറിയാനായിട്ട് ആരോഗ്യവകുപ്പ് സജ്ജമാക്കിയ ടോൾ ഫ്രീ നമ്പർ ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആ നമ്പർ ഏതാണ്? 104. ഏതാണ് 104? എന്തിനു വേണ്ടിയിട്ടുള്ള നമ്പറാണ്?
കുട്ടികളുടെ ആരോഗ്യ വിവരങ്ങളും ചികിത്സാ പദ്ധതികളുമൊക്കെ അറിയാനായിട്ട് ആരോഗ്യവകുപ്പ് സജ്ജമാക്കിയ ടോൾ ഫ്രീ നമ്പറാണ് 104. അടുത്ത ചോദ്യം, കേരളത്തിലെ മൃഗസംരക്ഷണ മേഖലയിലുള്ള വനിതാ കർഷകരുടെ ഉപജീവനവും മൃഗാരോഗ്യവും സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ ആവിഷ്കരിച്ച ക്യാമ്പയിൻ. കേരളത്തിലെ മൃഗസംരക്ഷണ മേഖലയിലുള്ള വനിതാ കർഷകരുടെ ഉപജീവനവും മൃഗാരോഗ്യവും സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ ആവിഷ്കരിച്ച ക്യാമ്പയിൻ്റെ പേരെന്താണ്? ജീവനം. ക്യാമ്പയിൻ്റെ പേരെന്താണ്? ജീവനം. അടുത്തത് 9ാമത്തെ ചോദ്യമാണ്, ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ അവയവമാറ്റ ആശുപത്രി സ്ഥാപിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ അവയവമാറ്റ ആശുപത്രി സ്ഥാപിക്കുന്നത് എവിടെയാണ്? കോഴിക്കോട് ചേവയൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കോഴിക്കോട് ചേവയൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ അവയവമാറ്റ ആശുപത്രി സ്ഥാപിക്കാൻ പോകുന്നത്. നമുക്ക് ലാസ്റ്റ് ചോദ്യം നോക്കാം. നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് ചോദ്യമാണ്, 2026 ഫെബ്രുവരിയിൽ അന്തരിച്ച കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ സ്വകാര്യ ബില്ലുകൾ അവതരിപ്പിച്ച കോൺഗ്രസ് നേതാവ്. 2026 ഫെബ്രുവരിയിൽ അന്തരിച്ച കേരള നിയമസഭയിലെ ഏറ്റവും കൂടുതൽ സ്വകാര്യ ബില്ലുകൾ അവതരിപ്പിച്ച കോൺഗ്രസ് നേതാവ് ആരാണ്? എം മുരളി. ആരാണ്? എം മുരളിയാണ് 2026 ഫെബ്രുവരിയിൽ അന്തരിച്ച കേരള നിയമസഭയിലെ ഏറ്റവും കൂടുതൽ സ്വകാര്യ ബില്ലുകൾ അവതരിപ്പിച്ച കോൺഗ്രസ് നേതാവ്. കിട്ടിയില്ലേ? അപ്പോൾ നമുക്ക് ഇന്ന് പഠിച്ച ചോദ്യങ്ങൾ ഒന്ന് പെട്ടെന്നൊന്ന് റിവേഴ്സ് ചെയ്ത് നോക്കാം അല്ലേ. നമ്മൾ വീണ്ടും ആ ചോദ്യങ്ങളൊന്ന് റിവേഴ്സ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുമ്പോഴേക്കും നമുക്കൊരു കോൺഫിഡൻസ് കൂടുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ തുടർച്ചയായി 9 തവണ കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ച് റെക്കോർഡിട്ട ധനമന്ത്രി ആരാണ്? 9 തവണ തുടർച്ചയായിട്ട് കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ച റെക്കോർഡിട്ട ധനമന്ത്രിയുടെ പേരെന്താണ്? നിർമ്മല സീതാരാമൻ. ആരാണ്? നിർമ്മല സീതാരാമൻ. അടുത്ത ചോദ്യം നോക്കാം. കുട്ടികളുടെ ആരോഗ്യ വിവരങ്ങളും ചികിത്സാ പദ്ധതികളും അറിയാനായിട്ട് ആരോഗ്യവകുപ്പ് സജ്ജമാക്കിയ ടോൾ ഫ്രീ നമ്പർ. കുട്ടികളുടെ ആരോഗ്യ വിവരങ്ങളും ചികിത്സാ പദ്ധതികളും അറിയാൻ വേണ്ടിയിട്ട് ആരോഗ്യവകുപ്പ് സജ്ജമാക്കിയ ടോൾ ഫ്രീ നമ്പർ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, 104. അടുത്ത ചോദ്യം, കേരളത്തിലെ മൃഗസംരക്ഷണ മേഖലയിലുള്ള വനിതാ കർഷകരുടെ ഉപജീവനവും മൃഗാരോഗ്യവും സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ ആവിഷ്കരിച്ച ക്യാമ്പയിൻ. ആരാണ് ആവിഷ്കരിച്ചത്? കുടുംബശ്രീയാണ്. അപ്പോൾ ക്യാമ്പയിൻ്റെ പേരെന്താണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ജീവനം. എന്തിനു വേണ്ടിയിട്ടാണ്? കേരളത്തിലെ മൃഗസംരക്ഷണ മേഖലയിലുള്ള വനിതാ കർഷകരുടെ ഉപജീവനവും മൃഗാരോഗ്യവും സംരക്ഷിക്കുക. വനിതാ കർഷകർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ കുടുംബശ്രീ ആവിഷ്കരിച്ച ക്യാമ്പയിൻ. ഏതാണ്? ജീവനം. അടുത്ത 4ാമത്തെ ചോദ്യമാണ്, ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ അവയവമാറ്റ ആശുപത്രി സ്ഥാപിക്കുന്നത് എവിടെയാണ്? എവിടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ അവയവമാറ്റ ആശുപത്രി സ്ഥാപിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, കോഴിക്കോട്. കോഴിക്കോട് ചേവയൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് സമ്പൂർണ്ണ അവയവമാറ്റ ആശുപത്രി സ്ഥാപിക്കുന്നത്. അടുത്ത നോക്കാം. 2026 ഫെബ്രുവരിയിൽ അന്തരിച്ച കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ സ്വകാര്യ ബില്ലുകൾ അവതരിപ്പിച്ച കോൺഗ്രസ് നേതാവിൻ്റെ പേരെന്താണ്? അപ്പോൾ കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ സ്വകാര്യ ബില്ലുകൾ അവതരിപ്പിച്ച 2026 ഫെബ്രുവരിയിൽ അന്തരിച്ച കോൺഗ്രസ് നേതാവിൻ്റെ പേരെന്താണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, എം മുരളി. അടുത്ത ചോദ്യം, ലോകബാങ്കിൻ്റെ സഹായത്തോടെ കൃഷി വകുപ്പ് നടപ്പിലാക്കുന്ന കേര പ്രോജക്റ്റിൻ്റെ പൂർണ്ണ രൂപം എന്താണ്? ലോകബാങ്കിൻ്റെ സഹായത്തോടെ നമ്മുടെ കൃഷി വകുപ്പ് നടപ്പിലാക്കുന്ന കേര പ്രോജക്റ്റിൻ്റെ പൂർണ്ണ രൂപം എന്താണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. എന്താണ്? കേരള ക്ലൈമറ്റ് റെസിലിയൻറ്റ് അഗ്രി വാല്യൂ ചെയിൻ മോഡേണൈസേഷൻ പ്രോജക്റ്റ്. അതാണ് കേര എന്നൊന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. കിട്ടിയില്ലേ? അടുത്ത ചോദ്യം നമ്മുടെ 7ാമത്തെ ചോദ്യമാണ്, കുരങ്ങുകളുടെ ശല്യത്തിന് ശാസ്ത്രീയ പരിഹാരം കാണുന്നതിനായി വനം വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? കുരങ്ങുകളുടെ ശല്യത്തിന് ശാസ്ത്രീയ പരിഹാരം കാണുന്നതിന് വേണ്ടി വനം വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരെന്തായിരുന്നു? ഉത്തരം ഓപ്ഷൻ ബി ആണ്, മിഷൻ വോണറ്റ് മക്കാക്ക്. മിഷൻ വോണറ്റ് മക്കാക്ക്. അടുത്തത് നമ്മുടെ 8ാമത്തെ ചോദ്യമാണ്, കുട്ടികളുടെ മാനസികാരോഗ്യം പരിഗണിച്ച് 16 വയസ്സിൽ താഴെയുള്ളവർക്ക് സോഷ്യൽ മീഡിയ വിലക്കാൻ തീരുമാനിച്ച ഇന്ത്യൻ സംസ്ഥാനം. 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ വിലക്കാൻ തീരുമാനിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ഗോവയാണ് കേട്ടോ. അടുത്ത ചോദ്യം, 2024 ലോക തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു? നമ്മൾ ആദ്യം പഠിച്ചത് 2026 ആയിരുന്നു. പക്ഷേ ഇവിടെ ചോദിച്ചിരിക്കുന്നത് 2024 ലോക തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു എന്നാണ്. ഞാൻ പറഞ്ഞു തരാം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്,
തണ്ണീർത്തടങ്ങളും മനുഷ്യക്ഷേമവുമാണ് 2024. അപ്പോൾ നമുക്ക് 2025 ഒന്ന് നോക്കിയാലോ. 2025, 24, 26 മൂന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം കേട്ടോ. 2025 പ്രമേയമാണ് നമ്മുടെ പൊതുവായ ഭാവിക്ക് വേണ്ടി തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കാൻ. 2025 എന്താണ്? നമ്മുടെ പൊതുവായ ഭാവിക്ക് വേണ്ടിയിട്ട് തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കാം. നമ്മുടെ ലാസ്റ്റ് ചോദ്യം, യാത്രികർക്കായി ഹൈഡ്രജൻ ബസ്സുകൾ നിരത്തിലിറക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളം. യാത്രികർക്ക് വേണ്ടിയിട്ട് ഹൈഡ്രജൻ ബസ്സുകൾ നിരത്തിലിറക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളം ഏതാണ്? കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ് അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ 10 ചോദ്യങ്ങൾ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യങ്ങളോട് വീണ്ടും കാണാം.